ഇസ്രായേൽ സന്ദർശന വേളയിൽ ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കായി സംസാരിക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി. ഗസയിലെ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ വിമർശിച്ച അബ്ബാസ് അറാച്ചി അവരുടെ പ്രവർത്തനങ്ങൾ വംശഹത്യക്ക് തുല്യമാണെന്നും ചൂണ്ടിക്കാട്ടി. നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശന വേളയിൽ ഫലസ്തീൻ വിഷയം ഉന്നയിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വംശഹത്യ ഭരണകൂടവുമായി ഇടപഴകുന്നത് ഉചിതമാണെന്ന് ടെഹ്റാൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫലസ്തീനികളുടെ പ്രശ്നത്തെയും അവരുടെ സ്വയം നിർണയാവകാശത്തെയും അഭിസംബോധന ചെയ്യുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. നിർഭാഗ്യവശാൽ ഗസ മുഴുവൻ നശിപ്പിച്ചത് ഇസ്രായേലാണ്. 75,000 പേർ കൊല്ലപ്പെട്ടു. ഇത് വെറും ഒരു അവകാശവാദമല്ല. ഗസയുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന മിക്കവാറും എല്ലാ അന്താരാഷ്ട്ര സംഘടനകളും സ്ഥിരീകരിച്ച ഒരു വസ്തുതയാണ് ഇത്. 75,000 പേർ, ഇത് ഒരു വംശഹത്യയാണ്. അതിനാൽ ഒരു വംശഹത്യാ ഭരണകൂടവുമായി ഇടപഴകുന്നത് ഉചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇന്ത്യയിലെ നമ്മുടെ സുഹൃത്തുക്കൾ സ്വയം തീരുമാനിക്കേണ്ടതാണിത്. പക്ഷേ പ്രധാനമന്ത്രി മോദി അവിടെയുള്ളപ്പോൾ ഫലസ്തീനികളുടെ പ്രശ്നത്തെയും അവരുടെ സ്വയം നിർണയാവകാശത്തെയും അഭിസംബോധന ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അബ്ബാസ് അറാച്ചി പറഞ്ഞത്. ഇന്ത്യയുമായുള്ള ഇറാന് ശക്തവും ചരിത്രവുമായ ബന്ധമാണുള്ളതെന്നും അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. ന്യൂഡൽഹിയെ ഒരു സുഹൃത്ത് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധങ്ങൾ വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്നും അറാച്ചി ചൂണ്ടിക്കാട്ടി. പങ്കാളിത്തം തുടർന്നും വളരുമെന്ന് ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇന്ത്യയുമായി ഞങ്ങൾക്ക് എപ്പോഴും വളരെ നല്ല ബന്ധമാണുള്ളത്. ഇന്ത്യ ഇറാന്റെ ഒരു സുഹൃത്താണ്. ഞങ്ങളുടെ ബന്ധം ചരിത്രപരമാണ്. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നല്ല ഉഭയകക്ഷി ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ. അത് അങ്ങനെ തന്നെ തുടരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകനായ മന്ത്രി ജയശങ്കറുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൈമാറും. ഞങ്ങൾക്ക് വളരെ നല്ല വ്യക്തിപരമായ ബന്ധങ്ങളുമുണ്ടെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു. ഇറാനും ഇന്ത്യയും അവരുടെ നല്ലതും സൗഹൃദപരവുമായ ബന്ധം തുടരാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ മേഖലയിൽ സമാധാനവും സ്ഥിരതയും സ്ഥാപിക്കുന്നതിലും ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നതിനും ഇന്ത്യ അതിൻ്റെ പോസിറ്റീവും ക്രിയാത്മകവുമായ പങ്ക് വഹിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും അറാച്ചി കൂട്ടിച്ചേർത്തു.